പ്രൈസല്ലോ, ഹല്ലേലൂയ. അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിൻ്റെ വചനം യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വചനഭാഗത്ത് ദൈവത്തോട് അടുത്തു ചെല്ലുക, അവൻ നമ്മുടെ അടുക്കിലേക്ക് വരും. അവൻ്റെ കൽപ്പനയാണ് അടുത്തു ചെല്ലുക എന്നത്. അവൻ്റെ വാഗ്ദാനമാണ് അവൻ നമ്മുടെ അടുക്കിലേക്ക് വരുമെന്നത്. ആരാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലേണ്ടത്? മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ 28 മുതലുള്ള വചനഭാഗത്ത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആശ്വാസമില്ലാത്ത എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. എൻ്റെ അടുക്കൽ വന്നാലോ ഞാൻ ഇവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കും. ആശ്വാസദായകനായ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലുവാനാണ് നമ്മോട് കർത്താവ് പറയുന്നത്. ഒത്തിരി ജീവിതത്തിൽ ഭാരവും വിഷമവും വേദനയൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുക, എൻ്റെ അടുക്കലേക്ക് വാ. കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നവരെല്ലാം അനുഗ്രഹീതരായി. അവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവരാരും പരാജയപ്പെട്ടു പോയില്ല. ഈ പ്രഭാതം ദൈവം തരുന്നത് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ വേണ്ടിയാണ്. നമ്മുടെ അധ്വാനവും നമ്മുടെ ഭാരം ചുമക്കുന്ന അവസ്ഥകളും നമുക്ക് ആശ്വാസമില്ലാതെ നമ്മൾ ഭാരപ്പെടുന്ന സാഹചര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. അവൻ എൻ്റെ അടുക്കലേക്ക് വരുമെന്ന് പറഞ്ഞാൽ വെറുതെ വരുന്നതാണോ കർത്താവ്? അല്ല, ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ്. നമ്മളെവിടെ ഏത് ആവശ്യത്തിന് കടന്നു ചെന്നോ, കർത്താവേ നീ എൻ്റെ കൂടെ കടന്നു വരുന്ന കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ കടന്നുപോയാലോ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയും. രാത്രി മുഴുവൻ വലവീശിയിട്ടൊന്നും കിട്ടാത്ത പത്രോസിൻ്റെയും കൂട്ടുകാരുടെ അടുക്കലേക്ക് യേശു കർത്താവ് കടന്നു ചെല്ലുന്നു. കടന്നു ചെന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. യേശു പറഞ്ഞത് എന്താണ്? വലത്തുവശത്ത് വല ഇറക്കാൻ. ഇറക്കിയപ്പോൾ വല നിറയെ മത്സ്യത്തെ കിട്ടി. അവർ മത്സ്യവുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. പ്രിയമുള്ളവരെ, യേശു ദൈവമാണ്. അവൻ സർവശക്തനാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ്റെ അടുക്കൽ വരാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഉണ്ടെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാം, പൗലോസ് എന്ന മനുഷ്യൻ ദൈവസഭയെ പീഡിപ്പിക്കുവാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കൊല്ലുവാനും എതിർക്കുവാനും തടവറയിൽ അടയ്ക്കുവാനും എല്ലാം കടന്നുപോയ പൗലോസ് എന്ന മനുഷ്യൻ വാഹന മൃഗത്തിൻ്റെ മുകളിൽ കയറി ദമാസ്കസിലേക്ക് അധികാരപത്രവുമായി പോകുമ്പോഴാണ് അവൻ്റെ അടുക്കിലേക്ക് കർത്താവ് ചെല്ലുന്നത്. ആ കുതിരപ്പുറത്തു നിന്ന് അവനെ താടിയിട്ട് എന്തിനാ? കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ചിലപ്പോൾ നമ്മുടെ യാത്രകൾ, കർത്താവിനെതിരായിട്ടുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജയിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്നാൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മളെ അടുപ്പിക്കേണ്ടതിനാണ് നമ്മുടെ യാത്ര അനുഗ്രഹപ്രദമാക്കി ദൈവം കൊണ്ടുപോകുന്നത്. എൻ്റെ യാത്രയിൽ എന്നെ സഹായിക്കുന്നൊരു കർത്താവുണ്ട്. പരാജയപ്പെടുത്തുന്ന ദൈവത്തെ അല്ല നമ്മൾ കാണേണ്ടത്. ആ ശൗലെന്ന മനുഷ്യനെ അവിടെ നിന്ന് താഴെയിട്ടത്, ഇനി നീ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും. അടുത്ത് ചെല്ലുവാനും കാണുവാനും അനുഭവിക്കുവാനുമുള്ളൊരു ഭാഗ്യമാണ്. ഈ ഒരു ഭാഗ്യം കിട്ടിയ പൗലോസ് അവൻ അധ്വാനിക്കുവാനും
ഭാരം ചുമക്കുവാനും കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിച്ച് കടന്നു പോകുന്നത് കാണാൻ കഴിഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ഒരു പ്രഭാതം നമുക്ക് തന്നെങ്കിൽ, ഈ ലോകത്തിൽ എത്രയെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടാതെ യേശുക്രിസ്തുവിൻ്റെ പാദാന്ത്യത്തിലേക്കൊന്ന് അടുത്തു വരാവോ? യേശുവിൻ്റെ ആ കൃപയിലേക്കൊന്ന് അടുത്തു വരാവോ? യേശുവിൻ്റെ സ്നേഹത്തിലേക്കൊന്ന് അടുത്തു വരാവോ? നമുക്ക് യേശുക്രിസ്തുവിൽ നിന്ന് മാത്രമേ പ്രാപിക്കാനുള്ളൂ. അവൻ എൻ്റെ അടുക്കിലേക്ക് വരും, അവൻ എന്നെ അനുഗ്രഹിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഒരു പ്രഭാതം തന്ന് അങ്ങയുടെ അടുക്കലേക്ക് എനിക്ക് അടുക്കുവാനുള്ള ഭാഗ്യവും, അങ്ങൻ്റെ അടുക്കൽ വന്ന് എന്നെ ആശ്വസിപ്പിക്കുവാനും സൗഖ്യപ്പെടുത്തുവാനും വിടുവിക്കുവാനും അനുഗ്രഹിക്കുവാനും എടുത്ത കരം എൻ്റെ മേൽ വെച്ച് എന്നെ നയിച്ചതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.